ഫ്രാൻസിസ് പാപ്പയുടെ സംസ്കാര ചടങ്ങിൻ്റെ സമയത്ത് അപ്പോൾ ഒത്തിരി തത്സമയ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു റിപ്പോർട്ടർ പറയുകയുണ്ടായി, കത്തോലിക്കർക്ക് മൃതശരീരത്തോട് ഒരു പ്രത്യേക മമത ഉണ്ടെന്ന്. വിശുദ്ധരുടെ അഴുകാത്ത ശരീരഭാഗങ്ങൾ, അസ്ഥികൾ തുടങ്ങിയ തിരുശേഷിപ്പുകളുടെ വണക്കം, അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ച് തീർത്ഥാടനങ്ങൾ സംഘടിപ്പിക്കുന്നത്, പണം സമ്പാദിക്കുന്നത്, അതൊക്കെ സഭയുടെ രീതിയാണ് എന്നാണ് അവർ വിമർശനാത്മകമായിട്ട് അവതരിപ്പിച്ചത്. അതായത് മരണത്തെ, അതിൻ്റെ അവസ്ഥകളെ സഭ സാമ്പത്തിക നേട്ടത്തിന് ഉപയോഗിക്കുന്നു. അതായിരുന്നു വിമർശനം. ശരിയാണ്, മരണവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അവസ്ഥകളെ സഭ തള്ളിപ്പറയുന്നില്ല. മരണം എന്നുള്ളത് അത്ര മോശമായിട്ടുള്ള ഒന്നായിട്ട് സഭ കാണുന്നുമില്ല. അത് നമ്മുടെ മൃതസംസ്കാര ചടങ്ങുകൾ എടുക്കുമ്പോൾ മനസ്സിലാകും എപ്രകാരമാണ് മരിച്ചവർക്ക് സഭ നൽകുന്ന കരുതൽ. അതുകൊണ്ട് ഈ റിപ്പോർട്ടിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മരണത്തെ ആഘോഷിക്കുന്നത് എന്തിനാണെന്ന് അവർക്ക് ശരിയായിട്ട് അറിയില്ല. മരണത്തെ പറ്റി സംസാരിക്കുമ്പോൾ സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നിത്യജീവിതത്തെ പറ്റിയാണ്. അതിന് അടിസ്ഥാനം യേശുവിൻ്റെ വചനങ്ങളും ജീവിതവും അതിലുപരി മരണത്തെ അതിജീവിച്ച യേശുവിൻ്റെ പുനരുത്ഥാനവുമാണ്. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ സമൃദ്ധമായിട്ട് നൽകുവാനാണ്. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. ഇങ്ങനെ യേശുവിൻ്റെ വചനങ്ങൾ സുവിശേഷത്തിലൂടെ, സുവിശേഷകരിലൂടെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇന്ന് യേശുവിൻ്റെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ ജീവൻ്റെ നാഥനെയാണ്, ജീവൻ്റെ ദൈവത്തെയാണ് നമ്മൾ പ്രഘോഷിക്കുന്നത്. ചെറിയ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മോടൊപ്പം ആയിരിക്കുവാൻ ആഗ്രഹിച്ച ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെ ഓർമ്മ. മരണത്തിന് അപ്പുറം ജീവൻ്റെ ആഘോഷമുണ്ടെന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുക. അതോടൊപ്പം തന്നെ യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു പാഠമുണ്ട്. യഥാർത്ഥ സ്നേഹം പങ്കുവയ്ക്കുവാനായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. എല്ലാം സ്വന്തം നിയന്ത്രണത്തിൽ ആക്കുവാൻ ശ്രമിക്കുന്ന, തിമിരം ബാധിച്ച അധികാര കൊതിയന്മാരുടെ ഈ ലോകത്ത് യേശു പഠിപ്പിച്ച ഈ പങ്കുവയ്ക്കലിൻ്റെ പാഠം അത്ര എളുപ്പമുള്ളതല്ല. എന്നാലും യേശു പറയും, ഇപ്രകാരമുള്ള പങ്കുവയ്ക്കലിലൂടെ മാത്രമേ സ്നേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്താനാവൂ, ജീവൻ്റെ ഓർമ്മ ആഘോഷിക്കാനാവൂ. സ്നേഹമുള്ളവരെ, ലോകം മുഴുവനും കത്തോലിക്കര് ചെറുതും വലുതുമായിട്ടുള്ള പ്രദക്ഷിണങ്ങളിലൂടെ തങ്ങളുടെ വിശ്വാസം ഏറ്റുപറയുമ്പോൾ ഈ ജീവനെയാണ്, ഈ ജീവനുള്ള ദൈവത്തെയാണ്, അവൻ്റെ സ്നേഹത്തെയാണ് പ്രഘോഷിക്കുന്നത്. മരണത്തിൻ്റെ മേൽ വിജയം വരിച്ച ദൈവത്തിൻ്റെ ജീവനിൽ നമ്മളും പങ്കുകാരാവുക. ഈ ദൈവമാണ് നമ്മുടെ വഴികാട്ടി. സ്നേഹമുള്ളവരെ, ജീവനു വേണ്ടി നിലകൊള്ളുന്ന ഒരു വിശ്വാസ സംസ്കാരമാണ് ക്രൈസ്തവൻ്റേത്. നിത്യജീവിതത്തിലേക്കുള്ള ചുവടുവെപ്പാണ് മരണം. ഈ പ്രത്യാശയാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ജീവന്, വളരെ പ്രത്യേകിച്ച് മനുഷ്യൻ്റെ ജീവന് മൂല്യം നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവന് വേണ്ടി കത്തോലിക്ക സഭ സ്വരം ഉയർത്തുന്നതും ഈ വിശ്വാസത്തിൻ്റെ ബലത്തിൽ. നമ്മുടെ ദൈവം ജീവനുള്ളവരുടെ ദൈവമാണ്. ഈ ദൈവത്തിന് പ്രദക്ഷിണ വഴികളിലൂടെ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലൂടെയും സാക്ഷ്യം നൽകുമ്പോൾ അവിടെയൊക്കെ ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയുടെ ആഘോഷമാണ് നടക്കുന്നത്. നമുക്കായി ജീവൻ പകർന്നു തന്ന് ഓരോ ദിവ്യബലിയിലൂടെയും നമ്മുടെ ജീവൻ്റെ ഭാഗമാകുന്ന ഈ ദൈവത്തിന് നന്ദി പറയാം. അവനോടൊപ്പം നമ്മുടെ ജീവിതങ്ങളും ജീവസുറ്റതാക്കാം, നന്മയുള്ളതാക്കാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും തൻ്റെ ജീവനാൽ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.